കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ഡ്രൈവർ യദുവിന്റെ ഹർജിയിലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി. ഡ്രൈവറുമായുള്ള തർക്കത്തിൽ രണ്ടാമത്തെ കേസാണിത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു, ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഫലം? വിവരങ്ങൾ. പൂജ, കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവുമായുണ്ടായ തർക്കത്തിലാണിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എ അടക്കം 5 പേർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇന്ന് യദുവിന്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അഭിനിമോളാണ് കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. യദുവിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തന്നെ അനധികൃതമായി തടങ്കലിൽ വെച്ചു അടക്കമുള്ള ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഡ്രൈവറുമായുള്ള തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടി ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ ഒരു നിയമ നടപടിയിലേക്കാണ് ഇനി ആ സംഭവം വഴിമാറുന്നത്. പൂജ, ഏതായാലും ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. യദുവിന്റെ ഹർജിയിലാണ് പുതിയ നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.